ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴോ, വഴിയെ നടന്നു പോകുമ്പോഴോ, അല്ലെങ്കിൽ ഒരു കോഫി ഹൗസിൽ വെച്ചോ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളെ നോക്കി ചെറുതായി ഒന്ന് ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സമയത്ത് ഇവൾ എന്തിനാണ് എന്നെ നോക്കി ചിരിച്ചത്? എന്നോട് ഇനി എന്തെങ്കിലും ഇഷ്ടം തോന്നിയിട്ടാണോ? അതോ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ആ ഒരു ചിരിക്ക് പിന്നിൽ എന്തായിരിക്കും കാരണം എന്നറിയാൻ നിങ്ങൾക്കും ആകാംക്ഷ കാണുമല്ലോ, അല്ലേ? ഒരു പെൺകുട്ടി ഒരു ആണിനെ കാണുമ്പോൾ ചിരിക്കുന്നതിന് പ്രധാനമായിട്ടും 3 മനഃശാസ്ത്രപരമായ കാരണങ്ങളാണ് ഉള്ളത്. ഇത് എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ്, സൗഹൃദപരമായ പെരുമാറ്റവും മാന്യതയും, അതായത് ഫ്രണ്ട്ലി നേച്ചർ. ഒരു പെൺകുട്ടി നിങ്ങളെ നോക്കി ചിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അവൾക്ക് നിങ്ങളോട് പ്രണയമുണ്ട് എന്ന് കരുതാൻ ഒരിക്കലും കഴിയില്ല. പലപ്പോഴും പെൺകുട്ടികൾ തങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് വളരെ മാന്യമായും ഫ്രണ്ട്ലി ആയിട്ടും പെരുമാറാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരു വഴിപോക്കനെയോ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരാളെയൊക്കെ കാണുമ്പോൾ തികച്ചും സ്വാഭാവികമായി നൽകുന്ന ഒരു പുഞ്ചിരിയാകാം അത്. സമൂഹത്തിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനും ആളുകളോട് വളരെ പോസിറ്റീവായിട്ട് പെരുമാറാനും പെൺകുട്ടികൾ ഇത്തരം പുഞ്ചിരി ഉപയോഗിക്കാറുണ്ട്. തനിക്ക് ചുറ്റുമുള്ളവരോട് യാതൊരുവിധ ശത്രുതയില്ലെന്നും താൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണെന്ന് കാണിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ ഒരു ചിരി. നമ്മൾ വഴിയരികിൽ വെച്ച് പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോൾ നൽകുന്ന ഒരു ഹായ്, അതിന് തുല്യമാണ് ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു ചിരി. അതിനാൽ ഇത് തികച്ചും നിഷ്കളങ്കമായ ഒരു അഭിവാദ്യം മാത്രമായിരിക്കാൻ വലിയ സാധ്യതയുണ്ട്. പെൺകുട്ടികളുടെ മനഃശാസ്ത്രമനുസരിച്ച് അവൾ തങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുന്ന അന്തരീക്ഷത്തിൽ കൂടുതൽ തുറന്ന പുഞ്ചിരി നൽകുന്നു. അവിടെ യാതൊരുവിധ പ്രണയ സന്ദേശങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടാവുകയില്ല. നിങ്ങളുടെ പ്രസൻസ് അവൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല എന്നതിൻ്റെ ഒരു അടയാളം മാത്രമായിട്ടാണ് ഈ ഒരു ചിരിയെ കാണാവുന്നത്. ഒരു നല്ല മനുഷ്യൻ എന്ന നിലയിൽ അവൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു ബഹുമാനത്തിന്റെ രൂപം കൂടിയാണ് ഇത്. ഒരു വ്യക്തിയോട് മാന്യമായി പെരുമാറണം എന്ന സാമൂഹിക ബോധമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചിരി കണ്ടയുടനെ അത് വലിയൊരു പ്രണയത്തിന്റെ തുടക്കമാണ് എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. വെറുമൊരു മര്യാദയുടെ പുറത്തുള്ള ചിരി മാത്രമായി കണ്ട് തിരിച്ച് മാന്യമായി ഒരു പുഞ്ചിരി നൽകി നമുക്കതവിടെ വിടാവുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ്, അട്രാക്ഷനും ഇഷ്ടവും തുറന്ന് സമ്മതിക്കല്, അതായത് അട്രാക്ഷൻ ആൻഡ് ഇൻട്രസ്റ്റ്. രണ്ടാമത്തെ കാരണം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളോടുള്ള പ്രണയമോ ആകർഷണമോ ഒക്കെ ആകാൻ ചാൻസ് ഉണ്ട്. ഒരു ആണിന്റെ വ്യക്തിത്വമോ രൂപമോ അല്ലെങ്കിൽ അവൻ പെരുമാറുന്ന രീതിയോ ഇഷ്ടമാകുമ്പോൾ പെൺകുട്ടികളിൽ അറിയാതെ ഉണ്ടാകുന്ന ഒന്നാണ് ഈ ഒരു ചിരി. മനഃശാസ്ത്രപരമായി നോക്കിയാൽ നമുക്ക് ഒരാളോട് ആകർഷണം തോന്നുമ്പോൾ നമ്മുടെ തലച്ചോറ് സന്തോഷത്തിന് കാരണമാകുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. ഈ ഹോർമോണുകളുടെ പ്രവർത്തനം കാരണം നമ്മുടെ മുഖത്ത് അറിയാതെ തന്നെ ഒരു പുഞ്ചിരി വിടരുകയും കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം വരികയും ചെയ്യുന്നു. നിങ്ങൾ നടന്നു വരുമ്പോൾ അവൾ നിങ്ങളെ തന്നെ തുടർച്ചയായി നോക്കുകയും കണ്ണുകൾ തമ്മിൽ ഉടക്കുമ്പോൾ നാണത്തോടെ ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ആകർഷണം കൊണ്ടാണ്. ഈ സമയത്ത് ചിലപ്പോൾ അവൾ തോളിലെ മുടി ഒതുക്കുകയോ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ശരിയാക്കുകയോ ഒക്കെ ചെയ്യുന്നതായി കാണാനും സാധിക്കും. തനിക്ക് നിങ്ങളിൽ താല്പര്യമുണ്ട് എന്നതിൻ്റെ ഒരു പരോക്ഷമായ പച്ചക്കൊടിയാണ് ഈ പുഞ്ചിരിയിലൂടെ അവൾ നൽകുന്നത്. ആണുങ്ങളോട് നേരിട്ട് വന്ന് ഇഷ്ടം പറയാൻ മടിക്കുന്ന പെൺകുട്ടികൾ തങ്ങളുടെ വികാരം പ്രകടിപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രധാന വഴി ഇതാണ്. അവളുടെ ഈ ഒരു ചിരിയിൽ ഒരു പ്രത്യേക നാണവും ഒരു കൗതുകവും ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ടാകും. ആവർത്തിച്ചുണ്ടാകുന്ന ഇത്തരം ചിരികൾ നിങ്ങളുമായി ഒരു സംഭാഷണം തുടങ്ങാനുള്ള അവളുടെ ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ആണിന് തന്നിലേക്ക് നടന്നു വരാനും സംസാരിക്കാനും ധൈര്യം നൽകുന്ന ഒരു സിഗ്നലായി പെൺകുട്ടികൾ ഈ ഒരു ചിരിയെ മാറ്റുന്നു. നിങ്ങളുടെ ഓരോ നീക്കങ്ങളും അവൾ രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടാകും എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇത്. ഇത്തരത്തിലുള്ള ഒരു ചിരിയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം
അവൾക്ക് നിങ്ങളോട് മനസ്സിൽ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഈ ഒരു പ്രത്യേക ചിരി തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് അവളോട് സൗഹൃദം സ്ഥാപിക്കാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാവുന്നതുമാണ്. മൂന്നാമത്തെ പോയിന്റ്, തമാശയോ അല്ലെങ്കിൽ ഒരമളിയോ ഒക്കെ കാണുമ്പോൾ ഉള്ളൊരു ചിരി. മൂന്നാമത്തെ കാരണം വളരെ രസകരമാണ്. അതായത് അത് നിങ്ങൾ ചെയ്ത എന്തെങ്കിലും കാര്യത്തിൽ തോന്നിയ ഒരു തമാശയായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ നടപ്പിലോ ഡ്രസ്സിങ്ങിലോ അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതിയിലോ അവൾക്ക് എന്തെങ്കിലും ഒരു കൗതുകം തോന്നിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കാണിച്ച ഏതെങ്കിലും ചെറിയ അമളിയാകാം അവളെ ചിരിപ്പിച്ചത്. അതുമല്ലെങ്കിൽ അവൾ തൻ്റെ കൂട്ടുകാരികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ ഏതെങ്കിലും തമാശ ഓർത്ത് ചിരിച്ചതുമാകാം. ആ സമയം നിങ്ങൾ അങ്ങോട്ട് നടന്നു വന്നതുകൊണ്ട് അവൾ നിങ്ങളെ നോക്കി ചിരിച്ചതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. നമ്മൾ പലപ്പോഴും വഴിയിൽ നിൽക്കുമ്പോൾ സ്വന്തം ചിന്തകളിൽ മുഴുകി അല്ലെങ്കിൽ പഴയ തമാശകളൊക്കെ ഓർത്ത് ചിരിക്കാറില്ലേ? അതേപോലെ ഒരു ചിരി മാത്രമായിരിക്കാം ഇതും. അതിൽ നിങ്ങളുമായി നേരിട്ട് ഒരു ബന്ധവും ഉണ്ടാകണമെന്നില്ല. ഇത്തരം ചിരികളിൽ പ്രണയത്തിന്റെ നാണമോ അല്ലെങ്കിൽ സൗഹൃദത്തിന്റെ ഒരു പ്രത്യേക ഭാവങ്ങളോ ഒന്നും ഉണ്ടാകില്ല. പകരം തികച്ചും ലളിതമായ ഒരു തമാശ ആസ്വദിക്കുന്ന ഭാവം മാത്രമായിരിക്കും അവളുടെ മുഖത്തുണ്ടാവുക. മനഃശാസ്ത്രപരമായി ആളുകൾ മനസ്സിന് സന്തോഷം നൽകുന്ന എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ ചുറ്റുമുള്ളവരെ നോക്കി പോസിറ്റീവായിട്ടൊന്ന് ചിരിക്കാറുണ്ട്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ സ്വയം ഞാൻ കാരണമാണോ അവൾ ചിരിച്ചത് എന്ന് അമിതമായി ചിന്തിക്കേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങളുടെ ഫോണിന്റെ റിംഗ് ടോൺ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നടക്കുമ്പോൾ കാലിടറിയത് കണ്ടോ ഒക്കെയുള്ള ഒരു പെട്ടെന്നുള്ള ചിരി മാത്രമാകാം അത്. ചുരുക്കത്തിൽ സംഗതി എന്താണെന്ന് ഉറപ്പില്ലാതെ ഇതിന് പിന്നാലെ പോയി തലപൊക്കേണ്ടതില്ല. ഒരു സാഹചര്യത്തിൽ ഉണ്ടായ തമാശയായി കണ്ട് അത്തരം ചിരികളെ അങ്ങ് മറന്നേക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇനി ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളെ നോക്കി ചിരിച്ചാൽ ഉടൻ തന്നെ തീരുമാനത്തിൽ എത്തരുത്. ഓരോ ചിരിക്കു പിന്നിലും വ്യത്യസ്തമായ ചിന്തകളും സാഹചര്യങ്ങളുമാണ് ഉള്ളതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. വെറും ഒരു മര്യാദയുടെ പേരിൽ ചിരിച്ചതാണ് എങ്കിൽ അതിനെ അമിതമായി വ്യാഖ്യാനിച്ച് അവരുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്താൻ നിൽക്കരുത്. എന്നാൽ ആ ചിരിയിൽ ഒരു ആകർഷണവും താല്പര്യമുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രം വളരെ മാന്യമായി ഒരു സംഭാഷണം തുടങ്ങാൻ ശ്രമിക്കുക. പെൺകുട്ടികളുടെ വ്യക്തിത്വത്തെയും അവരുടെ സ്വാതന്ത്ര്യത്തെയും എപ്പോഴും ബഹുമാനിക്കുക എന്നത് ഒരു നല്ല ആണിന്റെ ലക്ഷണമാണ്. സ്വയം അമിത പ്രതീക്ഷകൾ വെച്ചു പുലർത്താതെ കാര്യങ്ങളെ വളരെ റിയലിസ്റ്റിക്കായി കാണാൻ ശീലിക്കുക. ഓർക്കുക, ഒരു പുഞ്ചിരി എന്നത് ഒരു നല്ല സൗഹൃദത്തിന്റെ തുടക്കവുമാകാം. അതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് എന്നും നല്ലത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഇതൊന്നും അറിയില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട് എങ്കിൽ അവർക്ക് കൂടി ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാനും ആരും മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.